വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം റിലീസായ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് 2024. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 4-നാണ്. മാർച്ച് 28 വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലാസ്റ്റ് ഡേറ്റ് 28ആണ്. ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29ആണ്. പിന്നെ ഇതിൻ്റെ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ അത് ഓപ്പൺ ആവുന്നത് മാർച്ച് 30-നും 31-നും ഇടയ്ക്കായിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഏകദേശം മെയ് മാസം 9, 10, 13 തീയതികളിലായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് മാർച്ച് 4ആണ്. മാർച്ച് 4 തൊട്ട് മാർച്ച് 28 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നോക്കുന്നത് ഈ പോസ്റ്റുകൾക്ക് പറയുന്ന സബ് ഇൻസ്പെക്ടർ ഇൻ CAPF ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്. ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 2 പോസ്റ്റുകൾക്കും വരുന്നത് ഏകദേശം 35,000 മുതൽ 1,00,000 വരെയാണ്. അതിൽ സബ് ഇൻസ്പെക്ടർ ഇൻ CAPF അത് പേ ലെവൽ 6ൻ്റെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് ബി കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് വരുന്നത് പേ ലെവൽ 6ൻ്റെ കീഴിൽ തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പ് C കാറ്റഗറിയിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഇനി വേക്കൻസി ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസീസ് ആണ് നോക്കുന്നത്. അതിൽ ഓപ്പൺ കാറ്റഗറി 101 വേക്കൻസിയാണ് ടോട്ടലുള്ളത്. എക്സ് സർവീസ് മെൻ 7 വേക്കൻസിയും എക്സ് സർവീസ് മെൻ സ്പെഷ്യൽ കാറ്റഗറി അതിന് 5 വേക്കൻസിയും ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് 12 വേക്കൻസിയും ടോട്ടൽ 125 വേക്കൻസിയാണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് ടോട്ടൽ 61 വേക്കൻസിയാണ്. ഇനി CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ജനറൽ ഡ്യൂട്ടി സബ് ഇൻസ്പെക്ടേഴ്സാണ്. അതിൽ പലതരം ഫോഴ്സുകളുണ്ട്. ഓരോ ഫോഴ്സുകളിലും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ടോട്ടൽ ഏതാണ് പറയുന്നത് BSF ആ ഒരു ഫോഴ്സിലേക്ക് വരുന്ന ടോട്ടൽ വേക്കൻസി പറയുന്നത് 892ആണ്. CISFൽ 1597 വേക്കൻസിയും CRPFൽ 1172 വേക്കൻസിയും ITBP 278 വേക്കൻസിയും SSBയിൽ 62 വേക്കൻസിയാണുള്ളത്. അത് മെയിൽസിനും ഫീമെയിൽസിനും കൂടെ ചേർത്താണ് പറഞ്ഞത്. ടോട്ടൽ അങ്ങനെ 4001 വേക്കൻസിയാണ് സബ് ഇൻസ്പെക്ടർ ഇൻ CAPF വരുന്നത്. ഇനി നോക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിനാണ് ചോദിക്കുന്നത്. കൂടാതെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദെയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ. അപ്പോൾ അവസാന വർഷത്തെ എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് they must possess the essential qualification on or before the cut-off date August 1, 2024. അപ്പോൾ ഓഗസ്റ്റ് 1-ന് മുമ്പ് ഡിഗ്രി എക്സാമിനേഷൻ പാസ്സായിരിക്കണം. അങ്ങനെയാണ് ഒരു കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിക്കുന്നത്? ഗ്രാജുവേഷനാണ്. ഇനി ഏജ് ലിമിറ്റ് 20 to 25ആണ്. അപ്പോൾ 20-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള ഗ്രാജുവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അതിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് കിട്ടുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും എക്സ് സർവീസ് മെന്നിന് 3 years ആഫ്റ്റർ ദ ഡിഡക്ഷൻ ഓഫ് ദെയർ മിലിറ്ററി സർവീസ് റെൻഡഡ് ഫ്രം ദ ആക്ച്വൽ ഏജസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ വേണ്ടി വരുന്ന കാൻഡിഡേറ്റ്സ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതിൽ വിമൻ കാൻഡിഡേറ്റ്സിനും കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC, ST ആൻഡ് എക്സ് സർവീസ് മെൻ അവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനാണ് 100 രൂപ ഫീസ് വരുന്നത്. അത് ഓൺലൈനായിട്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.
ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? SSCയുടെ പുതിയ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നമ്മളുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് 4 സ്റ്റേജ് ആയിട്ടാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേജിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. നമ്മളിനി നോക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ 2 പേപ്പറാണ് CBTയിൽ വരുന്നത്. അതിൽ ആദ്യത്തെ പേപ്പറിൽ 4 സെഷൻ ഉണ്ട്. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 50 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 200 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. 200 മാക്സിമം മാർക്ക്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് 2 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. അത് പേപ്പർ 1 ആണ്. ഇനി പേപ്പർ 2ൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ്റെ 200 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 200 അവിടെയും മാക്സിമം മാർക്ക്. 2 മണിക്കൂർ തന്നെയാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയം. ഈ 2 പേപ്പറുകൾക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് 0.25 ആണ്. അപ്പോൾ 4 തെറ്റുത്തരത്തിന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അത് എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആണ്. അതിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് വരുന്നത് 170 ആണ്. പിന്നെ ചെസ്റ്റിൻ്റെ അൺഎക്സ്പാൻഡഡ് 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് 85 സെൻറ്റിമീറ്ററുമാണ്. ഇനി കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഹിൽ ഏരിയാസ് അവരുടെ ഹൈറ്റ് ചോദിക്കുന്നത് 165 ആണ്. ചെസ്റ്റിൻ്റെ അൺഎക്സ്പാൻഡഡ് സെൻറ്റിമീറ്റേഴ്സ് വരുന്നത് 80 ആണ്, എക്സ്പാൻഡഡ് 85. ഇനി ഓൾ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ് ST കാൻഡിഡേറ്റ്സിനെ 162.5 ആണ് ഹൈറ്റ് ചോദിക്കുന്നത്. ചെസ്റ്റിൻ്റെ അൺഎക്സ്പാൻഡഡ് 77ഉം എക്സ്പാൻഡഡ് 82 സെൻറ്റിമീറ്ററും. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെയാണ് പറയുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അത് വരുന്നത് 157 ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ 157 ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു ഹിൽ ഏരിയാസ് അവരുടെ 155ഉം ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ് ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വരുന്നത് 154 ആണ്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്നത്. ഇനി ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് മെയിൽസിനും ഫീമെയിൽസിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റിൽ വരുന്നത് നോക്കുമ്പോൾ ആദ്യം 5 ഐറ്റംസ് ആണ്. അതിൽ ആദ്യത്തെ ഐറ്റം 100 മീറ്റർ റേസ് ആണ്. 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി 1.6 രണ്ടാമത്തെ ഐറ്റം വരുന്നത് റേസ് തന്നെയാണ്. 1.6 കിലോമീറ്റേഴ്സ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര മിനിറ്റ് കൊണ്ടാണ്? 6.5 മിനിറ്റ്, 6.5 മിനിറ്റ് കൊണ്ടാണ് 1.6 കിലോമീറ്റർ റേസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ലോങ് ജമ്പ് 3.65 മീറ്റർ ഇൻ 3 ചാൻസസ്, 3 ചാൻസസ് ഉണ്ടാവും. അതിലാണ് 3.65 മീറ്റർ ലോങ് ജമ്പ് ചെയ്യേണ്ടത്. ഹൈ ജമ്പ് 1.2 മീറ്റർ ഇൻ 3 ചാൻസസ് ആണ്. ഷോർട്ട് പുട്ട് 4.5 മീറ്റർ ഇൻ 3 ചാൻസസ്. ഈ 3 ഐറ്റംസിനും 3 ചാൻസ് ഇതാണ് കിട്ടുന്നത്. റേസ് ഒറ്റ ചാൻസിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നോക്കുമ്പോൾ അവർക്ക് 4 ഐറ്റമേ വരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ ഐറ്റം 100 മീറ്റർ റേസ് തന്നെയാണ്. അത് 18 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ 800 മീറ്റർ റേസ് 4 മിനിറ്റ് കൊണ്ടും, ലോങ് ജമ്പ് 2.7 മീറ്റർ ഇൻ 3 ചാൻസസ്, ഹൈ ജമ്പ് 3.9 മീറ്റർ ഇൻ 3 ചാൻസസ്. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ 4 ഐറ്റംസ് ആണ്. 100 മീറ്റർ റേസ്, 800 മീറ്റർ റേസ്, പിന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്. ഇവർക്ക് ഷോർട്ട് പുട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. ഡേറ്റ്സ് മറക്കാതെ നോട്ട് ചെയ്യുക. മാർച്ച് 4 മുതൽ മാർച്ച് 28 വരെയാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് SSCയുടെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്